അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 8ാം ക്ലാസ്സിലെ ഫിഖ്ഹുൽ ഇസ്ലാമിലെ 6ാമത്തെ പാഠം സ്വലാത്തുൽ മഅ്ദൂരീൻ. ഷർത്തുകൾ പാലിക്കാതെ നിസ്കാരം സ്വഹീഹാവുകയില്ല. നിസ്കാരത്തിന് 5 ഷർത്തുകളുണ്ട്. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവൽ നിസ്കാരത്തിൻ്റെ 1ാമത്തെ ഷർത്താണ്. വെള്ളം കൊണ്ടോ അതില്ലെങ്കിൽ മണ്ണ് കൊണ്ടോ ശുദ്ധിയാക്കണം. സാധിച്ചില്ലെങ്കിൽ സമയത്തെ മാനിച്ച് നിസ്കരിക്കുകയും പിന്നീട് മടക്കുകയും വേണം. നജസിൽ നിന്ന് ശുദ്ധിയാവൽ നിസ്കാരത്തിൻ്റെ 2ാമത്തെ ഷർത്താണ്. ശരീരത്തിലെ നജസ് നീക്കാൻ പ്രയാസമായാലും സമയത്തെ മാനിച്ച് നിസ്കരിച്ച് പിന്നീട് മടക്കണം. നജസ് വസ്ത്രത്തിലാണെങ്കിൽ ഔറത്ത് മറക്കാൻ മറ്റൊന്നുമില്ലാത്ത പക്ഷം നഗ്നനായി നിസ്കരിക്കണം. ഇത് മടക്കി നിസ്കരിക്കേണ്ടതില്ല. ഒരാൾ നജസായ സ്ഥലത്ത് ബന്ധിതനാണെങ്കിൽ നെറ്റി താഴെ വെക്കാതെ സുജൂദിനു വേണ്ടി കുനിയണം. ഔറത്ത് മറക്കൽ നിസ്കാരത്തിൻ്റെ 3ാമത്തെ ഷർത്താണ്. ശുദ്ധിയുള്ള വസ്ത്രം കൊണ്ട് ഔറത്ത് മറക്കണം. പൂർണ്ണമായി ഔറത്ത് മറക്കാൻ സാധിച്ചില്ലെങ്കിൽ 2 ഗുഹ്യ ഭാഗങ്ങൾ മറക്കണം. അതിനും തികയില്ലെങ്കിൽ മുൻദ്വാരം മറക്കണം. തീരെ ഔറത്ത് മറക്കാൻ സാധിച്ചില്ലെങ്കിൽ നഗ്നനായി നിസ്കരിക്കണം. ഈ നിസ്കാരം മടക്കേണ്ടതില്ല. സമയമായി എന്നറിയൽ നിസ്കാരത്തിൻ്റെ 4ാമത്തെ ഷർത്താണ്. നിസ്കാരം ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കലാണ് ഏറ്റവും ഉത്തമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആദ്യ സമയം നിസ്കരിക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. നിസ്കാരത്തിൻ്റെ അല്പമെങ്കിലും പുറത്തു പോകുന്ന രീതിയിൽ നിസ്കരിക്കൽ കുറ്റകരമാണ്. സമയത്തിന് പുറത്തു പോകില്ലെങ്കിൽ ജമാഅത്ത് പ്രതീക്ഷിച്ച് നിസ്കാരം പിന്തിക്കൽ സുന്നത്താണ്. അറഫ ലഭിക്കാനും അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനും നിസ്കാരം പിന്തിക്കൽ അനിവാര്യ ഘട്ടത്തിൽ നിർബന്ധമാണ്. ഉണരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും സമയമായതിനു ശേഷം നിസ്കരിക്കാതെ ഉറങ്ങൽ കറാഹത്താണ്. ഉണരുമെന്ന് ഉറപ്പില്ലെങ്കിൽ അത് ഹറാമുമാണ്. നിസ്കാരത്തിൻ്റെ സമയം അറിയാൻ സാധിച്ചില്ലെങ്കിൽ ഗവേഷണം നടത്തി നിസ്കരിക്കണം. തൻ്റെ നിസ്കാരം സമയമാകുന്നതിന് മുമ്പാണെന്ന് പിന്നീട് വ്യക്തമായാൽ വീണ്ടും നിസ്കരിക്കണം. ഗവേഷണം നടത്താൻ സാധിച്ചില്ലെങ്കിൽ സമയത്തിൻ്റെ മഹത്വം പരിഗണിച്ച് നിസ്കരിക്കുകയും പിന്നീട് മടക്കുകയും വേണം. സുബഹി നിസ്കരിച്ചതിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം, അസർ നിസ്കരിച്ചതിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയം, വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങളിലെ മധ്യാഹ്ന സമയം എന്നീ സമയങ്ങളിൽ കാരണമില്ലാത്ത സുന്നത്ത് നിസ്കാരവും കാരണം പിന്തിയ സുന്നത്ത് നിസ്കാരവും നിർവഹിക്കൽ കുറ്റകരമാണ്. മേൽപ്പറഞ്ഞ സമയങ്ങളിൽ നിർവഹിക്കേണ്ട നിസ്കാരങ്ങളല്ലാത്ത മറ്റു നിസ്കാരങ്ങൾ ഒരു കാരണവുമില്ലാതെ ഈ സമയങ്ങളിലേക്ക് നീട്ടിവെക്കുന്നതും കുറ്റകരമാണ്. അവ ഖളാ ആയ ഫർദ് നിസ്കാരങ്ങളാണെങ്കിൽ പോലും അതാണ് വിധി. നിസ്കാരം സ്വഹീഹാവുകയുമില്ല. ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ്. എന്നാൽ ഭയം കഠിനമായ നിസ്കാരത്തിലും ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിലും അത് ഷർത്തില്ല. ഖിബ്ല അറിയാൻ സാധിച്ചില്ലെങ്കിൽ ഗവേഷണം നടത്തണം. നിന്ന് നിസ്കരിക്കുന്നവനും ഇരുന്ന് നിസ്കരിക്കുന്നവനും നെഞ്ചുകൊണ്ടും, ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവൻ ശരീരത്തിൻ്റെ മുൻഭാഗം കൊണ്ടും, മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവൻ മുഖം, ഉള്ളൻകാൽ എന്നിവ കൊണ്ടുമാണ് ഖിബ്ലക്ക് മുന്നിടേണ്ടത്. ശത്രുവിനെയോ ജന്തുക്കളെയോ മറ്റോ ഭയന്ന് ഓടുന്നവന്റെ നിസ്കാരത്തിൽ ഖിബ്ലക്ക് നേരെ മുന്നിടൽ ഷർത്തില്ല. ഓടിക്കൊണ്ട് തന്നെ നിസ്കരിക്കാം. ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിലും ഖിബ്ലക്ക് മുന്നിടേണ്ടതില്ല. നടന്നും വാഹനത്തിലും സുന്നത്ത് നിസ്കരിക്കാം. നടന്ന് നിസ്കരിക്കുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം, റുകൂഅ്, സുജൂദിന്റെ ഇടയിലെ ഇരുത്തം എന്നിവയിൽ ഖിബ്ലക്ക് മുന്നിടണം. ഖിയാമ്, ഇഅ്തിദാല്, അത്തഹിയാത്ത്, സലാം എന്നിവയിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് മുന്നിട്ട് നിസ്കാരത്തിലായി നടക്കാവുന്നതാണ്. കാർ പോലെയുള്ള വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കഴിയുമെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമിൽ ഖിബ്ലക്ക് മുന്നിടേണ്ടതാണ്. കപ്പൽ പോലെയുള്ള വാഹനമാണെങ്കിൽ എല്ലാ റുക്നുകളിലും ഖിബ്ലക്ക് മുന്നിടൽ നിർബന്ധമാണ്. ഫർദ് നിസ്കാരത്തിൽ ഒരിക്കലും ഖിബ്ല ഒഴിവാക്കാൻ പാടില്ല. രോഗം കൊണ്ടോ ഖിബ്ലയുടെ ദിശ അറിയാത്തതുകൊണ്ടോ ഖിബ്ലക്ക് മുന്നിടാൻ കഴിയില്ലെങ്കിൽ ഏതെങ്കിലും ദിശയിലേക്ക് മുന്നിട്ട് നിസ്കരിക്കുകയും പിന്നീട് ആ നിസ്കാരം ഖളാ വീട്ടുകയും വേണം. അദ്ദുആ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക്. അല്ലാഹുവേ, നിന്റെ ദിക്റിലും
അതുപോലെ തന്നെ നിനക്ക് നന്ദി ചെയ്യുന്നതിനും നല്ല നിലയ്ക്ക് ഇബാദത്ത് ചെയ്യുന്നതിനും ഞങ്ങളെ നീ സഹായിക്കണമേ, എന്നെ നീ സഹായിക്കണമേ. ഈ പാഠത്തിൻ്റെ തദ്രീബാത്തൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ വർക്ക് മൽ ഹുക്കും, വിധി എന്താണെന്ന് എഴുതുക. 1. സമയത്തിന് പുറത്തു പോകില്ലെങ്കിൽ ജമാഅത്ത് പ്രതീക്ഷിച്ച് നിസ്കാരം പിന്തിക്കൽ സുന്നത്താണ്. 2. അപകടത്തിൽപ്പെട്ടവനെ രക്ഷിക്കാൻ നിസ്കാരം പിന്തിക്കൽ നിർബന്ധം. 3. സമയമായതിനു ശേഷം നിസ്കരിക്കാതെ ഉറങ്ങൽ കറാഹത്ത്. 4. സുബഹി നിസ്കരിച്ച ശേഷം സൂര്യോദയം വരെ കാരണമില്ലാത്ത സുന്നത്ത് നിസ്കരിക്കൽ കുറ്റകരമാണ്, കറാഹത്താണ്. രണ്ടാമത്തെ വർക്ക് നുബയ്യിനുൽ മസ്അല വിശദീകരിക്കുക. 1. നിസ്കാരത്തിൻ്റെ സമയമായി ശരീരത്തിലെ നജസ് നീക്കാൻ മാർഗമില്ല. സമയത്തെ മാനിച്ച് നിസ്കരിച്ച് പിന്നീട് മടക്കണം. 2. നിസ്കാരത്തിൻ്റെ സമയമായി വസ്ത്രത്തിലെ നജസ് നീക്കാൻ വഴിയില്ല. മറക്കാൻ മറ്റൊന്നുമില്ലാത്ത പക്ഷം നഗ്നനായി നിസ്കരിക്കണം, മടക്കി നിസ്കരിക്കേണ്ടതില്ല. 3. നിസ്കാരത്തിൻ്റെ സമയമായി ഔറത്ത് മറക്കാൻ വസ്ത്രമില്ല, അല്പം പേപ്പറുണ്ട്, പേപ്പർ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ മറച്ച് നിസ്കരിക്കുക. 4. നിസ്കാരത്തിൻ്റെ സമയം മനസ്സിലാക്കാൻ ഗവേഷണം നടത്തണം. എങ്ങനെ? നിഴൽ നോക്കുക, സൂര്യൻ നോക്കുക, പതിവായി ഉണ്ടാകുന്ന കാര്യങ്ങൾ കൊണ്ട് ഗവേഷണം നടത്തുക. ഉദാഹരണം, ബസ് വരുന്ന സമയം, അപ്പോൾ പതിവായി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, ആ കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുക? ഗവേഷണം നടത്തുക. 5. ഖിബിലയുടെ ദിശ അറിയാൻ മാർഗമില്ല. സൂര്യൻ, ചന്ദ്രൻ എന്നിവ കൊണ്ട് നിരീക്ഷിക്കാം. കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഏതെങ്കിലും ദിശയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക, പിന്നീട് നിസ്കാരം മടക്കി നിസ്കരിക്കുക, പിന്നീട് വീട്ടുക. 6. നജസായ സ്ഥലത്ത് ബന്ധിതനായി എങ്ങനെ നിസ്കരിക്കും? നെറ്റി താഴെ വെക്കാതെ സുജൂദിന് വേണ്ടി കുനിയുക. 4. വർക്ക് തഖ്സീസ്. 1. ഈ പാഠത്തിൽ നിന്ന് 5 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും എഴുതുക. 1. നിസ്കാരം പിന്തിക്കൽ അനിവാര്യമായ ഘട്ടങ്ങൾ ഏതെല്ലാം? അറഫ ലഭിക്കാൻ, അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനും. 2. വുദൂഉം തയമ്മുമും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ എന്തു ചെയ്യണം? സമയത്തെ മാനിച്ച് നിസ്കരിക്കുകയും പിന്നീട് മടക്കുകയും വേണം. 3. ഔറത്ത് മറക്കാൻ ഒന്നുമില്ലെങ്കിൽ എങ്ങനെ നിസ്കരിക്കണം? നഗ്നനായി നിസ്കരിക്കണം, മടക്കി നിസ്കരിക്കേണ്ടതില്ല. 4. ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവൻ എങ്ങനെ ഖിബിലക്ക് മുന്നിടണം? ശരീരത്തിൻ്റെ മുൻഭാഗം കൊണ്ട്. 5. മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവൻ എങ്ങനെ ഖിബിലക്ക് മുന്നിടണം? മുഖം, ഉള്ളംകാൽ എന്നിവ കൊണ്ട്. 2. കുടുംബവും ഒന്നിച്ചുള്ള യാത്രയിൽ നിസ്കാരങ്ങളുടെ അനുഭവം ക്ലാസ്സിൽ വിവരിക്കുക. നിങ്ങൾ ഫാമിലി ടൂറോ അല്ലെങ്കിൽ സിയാറത്തൊക്കെ പോകുന്ന സമയത്ത് നിസ്കാരം ജമ്മും കസൂറാക്കിയൊക്കെ നിസ്കരിച്ച സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ എഴുതിയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.